വെള്ളിത്തിരയിൽ ഹീറോയിസത്തെയും ഇമോഷൻസിനെയും പുനർനിർവചിച്ച ധർമ്മേന്ദ്ര എന്ന ധരം സിൻഡിയോൾ ഇനി ഓർമ്മ. ബോളിവുഡിൽ ഹീമാൻ എന്ന വിശേഷണമുള്ള ധർമ്മേന്ദ്രയുടെ ആദ്യ സിനിമ 1960 നവംബർ 4 റിലീസ് ചെയ്ത ദിൽ ഭി തേരാ ഹം ഭി തേരയാണ്. 1961 പുറത്തിറങ്ങിയ ഷോ ഓർ ശബ്നം ആയിരുന്നു ധർമ്മേന്ദ്രയുടെ ആദ്യ വിജയ ചിത്രം. പിന്നീട് 1964 പുറത്തിറങ്ങിയ ആയേ മിലൻ കി ബേല ആദ്യ സൂപ്പർ ഹിറ്റുമായി. 1966 പുറത്തിറങ്ങിയ ഭൂൽ ഓർ പദർ എന്ന ചിത്രത്തിലെ തകർപ്പൻ വേഷത്തിലൂടെ ധർമ്മേന്ദ്ര മികച്ച നടൻ എന്ന ഖ്യാതി നേടി. ആദ്യ ഫിലിം ഫെയർ നോമിനേഷനും ധർമ്മേന്ദ്രയ്ക്ക് ഈ ചിത്രം നേടിക്കൊടുത്തു. ധർമ്മേന്ദ്രയുടെ ആക്ഷൻ പടങ്ങളെയാണ് പ്രേക്ഷകർ ആകർഷിച്ചത്. ഷോലയും യാദോं की ഭാരതും ധരംവീറും ദ ബേണിംഗ് ട്രെയിനും ധർമ്മേന്ദ്രയെ ആക്ഷൻ കിങ് ആക്കി. ഈ ഹിറ്റ് ചിത്രങ്ങളുടെ ധർമ്മേന്ദ്രയ്ക്ക് ഹീമാൻ എന്ന വിളിപ്പേരും ലഭിച്ചു. ഷോലയിലെ നിർഭയനായ വീരുവിൻ്റെതായാലും 1964 പുറത്തിറങ്ങിയ ഹക്കിക്കിലെ ദേശസ്നേഹം തുളുമ്പുന്ന പോരാളിയുടേതായാലും ധർമ്മേന്ദ്രയുടെ വേഷങ്ങൾ പലപ്പോഴും കരുത്തിന്റെ പ്രകടനമായിരുന്നു. ഹാസ്യവും ധർമ്മേന്ദ്രയ്ക്ക് നല്ല പോലെ വഴങ്ങിയിരുന്നു. ചുപ്കെ ചുപ്കെ, സീത ഓർ ഗീത, രാജാ ജാനി തുടങ്ങിയവ ധർമ്മേന്ദ്രയുടെ മികച്ച ഹാസ്യ ചിത്രങ്ങളാണ്. ബോളിവുഡിനെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ സൃഷ്ടിച്ച നടനാണ് ധർമ്മേന്ദ്ര. ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ അമീർ ഖാനോ ഈ നേട്ടം അവകാശപ്പെടാനാകില്ല. എന്നിട്ടും അദ്ദേഹത്തിനെ ആരും സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചിരുന്നില്ല. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കരിയറിൽ ധർമ്മേന്ദ്ര നായകനായി അഭിനയിച്ചതോ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തതോ ആയ 74 സിനിമകളാണ് ഹിറ്റ് പട്ടികയിൽ ഇടം പിടിച്ചത്. ധർമ്മേന്ദ്ര 250-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ 94 മുടക്കു മുതൽ തിരിച്ചു പിടിച്ചു. 74 ഹിറ്റുകൾ. ഇതിൽ 7 ബ്ലോക്ക് ബസ്റ്ററും 13 സൂപ്പർ ഹിറ്റുകളും ഉൾപ്പെടും. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായി കണക്കാക്കപ്പെടുന്ന അമിതാഭ് ബച്ചന്റെ ആരാധകർ പോലും അത്ഭുതപ്പെടുന്ന കാര്യമാണിത്. എന്നാൽ ബച്ചന് 153 സിനിമകളിൽ നിന്ന് 56 ഹിറ്റുകൾ മാത്രമാണുള്ളത്. ഷോലെ, പ്രതിജ്ഞ, ധരംവീർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ധർമ്മേന്ദ്രയുടെ താരശോഭ ഉയർന്നത്.